Hi all, KTU BTech Mechanical Engineering 7th semester Design of Machine Elements 1 എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോൾട്ടഡ് ജോയിൻസിൻ്റെ ഡിസൈൻ എക്സെൻട്രിക് ലോഡ് ആക്ട് ചെയ്യുന്ന കേസിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിരുന്നു. 3 രീതിയിലാണ് ഒരു ബോൾട്ടഡ് ജോയിൻറ്റിൽ എക്സെൻട്രിക് ലോഡ് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ഫസ്റ്റ് വൺ, എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ബോൾട്ട്. സെക്കൻഡ് വൺ, എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ബോൾട്ട്. ദെൻ തേർഡ് വൺ, എക്സെൻട്രിക് ലോഡ് ആക്ടിങ് ഇൻ ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ബോൾട്ട്സ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഫസ്റ്റ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി ഫസ്റ്റ് കേസ് മനസ്സിലായവർക്ക് ഇത് എളുപ്പമായിരിക്കും, ഏറെക്കുറെ സിമിലറാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമാണ് അവിടെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ബോൾട്ട് എന്ന് പറയുന്ന കേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ഒരു ബേസുള്ള വാൾ ബ്രാക്കറ്റ് തന്നെയാണ്, സ്റ്റീലിൻ്റെ ഒരു വാൾ ബ്രാക്കറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 4 ബോൾട്ട് വെച്ചിട്ട് ഇതൊരു വാളിലേക്കോ അതല്ലെങ്കിൽ ഒരു സ്റ്റീൽ സ്ട്രക്ചറിലേക്കോ ഫിക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലോഡ് ഈ വാളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസിൽ L എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇതാണ് ഇവിടുത്തെ എക്സെൻട്രിസിറ്റി, ആ ഒരു ഡിസ്റ്റൻസിൽ W എന്ന് പറയുന്ന ലോഡ് ഈ ഒരു ബ്രാക്കറ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്കറിയാം ലോഡിൻ്റെ ഡയറക്ഷൻ വെർട്ടിക്കലാണ്, ദെൻ ഇവിടുത്തെ ബോൾട്ടുകളുടെ ആക്സിസുകൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുമാണ്. ഓക്കെ, അപ്പോഴാണിത് ഇങ്ങനത്തെ ഒരു പെർപെൻഡിക്കുലർ എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നത്. ലോഡും ബോൾട്ടുകളുടെ ആക്സിസും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പ് കണ്ടതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ വരുന്നൊരു കാര്യം, ഈ ഒരു കേസിലും ഈ എക്സെൻട്രിക് ലോഡ് കാരണം 2 രീതിയിലുള്ള കമ്പോണൻ്റ് ലോഡുകളാണ് നമ്മുടെ ബോൾട്ടിൽ ഡെവലപ്പ് ചെയ്യുക. ഒരെണ്ണം ഒരു ഷിയർ ലോഡാണ്. പ്രൈമറി ലോഡ് എന്ന് പറയുന്നത് ഷിയർ ലോഡാണ്. ദെൻ സെക്കൻഡറി ലോഡ് എന്ന് പറയുന്നത് ഒരു ടെൻസൈൽ ലോഡാണ്. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പത്തെ കേസിൽ പ്രൈമറി ലോഡ് എന്ന് പറയുന്നത് ടെൻസൈൽ ലോഡായിരുന്നു, സെക്കൻഡറി ലോഡും ടെൻസൈൽ ലോഡായിരുന്നു. ഇവിടെ ഇതിൻ്റെ ബോൾട്ടിൻ്റെ ആക്സിസും ലോഡിൻ്റെ ഡയറക്ഷനും നോർമൽ ആയി വരുന്ന കാരണം പ്രൈമറി ലോഡ് എന്നുള്ളത് ഒരു ഷിയർ ലോഡാണ്. സെക്കൻഡറി ലോഡ് കഴിഞ്ഞ കേസിലെ പോലെ തന്നെയാണ്, അതൊരു ടെൻസൈൽ ലോഡായിട്ട് തന്നെയാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നൊരു ഡിഫറൻസ് ഒരു ഷിയർ ലോഡ് ആക്ട് ചെയ്യണമെന്നുള്ളതാണ്. ദെൻ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അസംഷൻസിൻ്റെ ബേസിലാണ് നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അസംഷൻ ഇതാണ്, അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്റ്റീൽ ബ്രാക്കറ്റും അതേപോലെ ഇത് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്ന സ്റ്റീൽ സ്ട്രക്ചറോ അതല്ലെങ്കിൽ അവിടുത്തെ ഒരു വോളോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ റിജിഡാണ്. ഓക്കെ, ദെൻ നമ്മുടെ ഇവിടുത്തെ ആ ബോൾട്ടിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്തിനോടനുബന്ധിച്ചുള്ള ഡിസൈനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വേറെ കമ്പോണൻസിലേക്കൊന്നും ഡീഫർമേഷനും കാര്യങ്ങളൊന്നും വരില്ല, എല്ലാ ലോഡിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റ് നമ്മുടെ ബോൾട്ടുകളിലേക്കാണ് വരുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു അസംഷൻ എടുക്കുന്നത്. ദെൻ സെക്കൻഡ് അസംഷൻ എന്നുള്ളത് നമ്മുടെ സ്റ്റീൽ ബ്രാക്കറ്റിൽ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളത് ബോൾട്ട് ചെയ്യുന്നത്. ഓക്കെ, ബോൾട്ടഡ് ജോയിൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഓൾറെഡി അവിടെ ഹോൾസ് എക്സിസ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ ഈ കൊടുക്കുന്ന ഹോൾസ് പ്രോപ്പറായി റീം ചെയ്ത് ഗ്രൗണ്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഹോളുകളാണെങ്കിലാണ് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്, ഷിയർ ലോഡ്, ഡയറക്റ്റ് ഷിയർ ലോഡ്, അത് എല്ലാ ബോൾട്ടിലേക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണു എന്നുള്ളൊരു കണ്ടീഷൻ നമുക്ക് പറയണമെങ്കിൽ നമ്മളിവിടുത്തെ ഹോൾസ് റീം ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഹോൾസ് ആയിരിക്കണം. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബോൾട്ടുകൾ ഫിംഗർ ടൈറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കണം, അല്ലെങ്കിൽ അത് നല്ല കറക്റ്റായി അതിലേക്ക് ഫിറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് അവിടുത്തെ ഷിയർ ലോഡുകൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളൊരു കണ്ടീഷൻ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ
ബോൾട്ട് പ്രീലോഡഡ് അല്ല, അതായത് അത് ടൈറ്റൻ ചെയ്യുന്ന കാരണം അതിലൊരു ഇനീഷ്യൽ ലോഡ് ഡെവലപ്പ് ചെയ്യണില്ല, അല്ലെങ്കിൽ അത്രയും നമ്മൾ ടൈറ്റ് ചെയ്യണില്ല എന്നുള്ളതാണ് അടുത്ത ഒരു അസംഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സെൻട്രിക് ലോഡിങ് കാരണം രണ്ട് കമ്പോണൻ്റ് ആയിട്ടുള്ള ലോഡുകളാണ് വരുന്നത്. ഒന്ന് ഒരു പ്രൈമറി ലോഡ്, അത് ഷിയർ ലോഡാണ്. ദെൻ ആ ഒരു ഷിയർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടോട്ടൽ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ലോഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബോൾട്ടിലേക്കും വരുന്ന ഷെയർഡായിട്ട് വരുന്ന ലോഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ദെൻ സെക്കൻഡറി ലോഡ് എന്നുള്ളത് ഒരു ടെൻസൈൽ ലോഡാണ്. അത് ടേണിംഗ് എഫക്റ്റ് കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന W എന്ന് പറയുന്ന ലോഡിൻ്റെ ഒരു ടേണിംഗ് എഫക്റ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടേണിംഗ് എഫക്റ്റ് കാരണം ഓരോ ബോട്ടിലും ഡെവലപ്പ് ചെയ്യുന്ന ലോഡിനെയാണ് നമ്മൾ സെക്കൻഡറി ടെൻസൈൽ ലോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെൻസൈൽ ലോഡ് കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ A എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിന് അബൌട്ടാണ് നമ്മുടെ മൊത്തം ഈ ഒരു ബ്രാക്കറ്റ് ടേൺ ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉള്ളത്. നമ്മുടെ ബോൾട്ടുകൾ വീക്കായിട്ടുള്ള ബോൾട്ടുകളാണെങ്കിൽ ഈ ഒരു W എന്ന് പറയുന്ന എക്സെൻട്രിക് ലോഡ് കാരണം ഈ ഒരു ബ്രാക്കറ്റ് മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് വരാനായിട്ട് ഈ ബോൾട്ടുകൾ ലെങ്ത്ത് കൂടി, അതായത് അത് ഡീഫോം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊത്തം ബ്രാക്കറ്റ് ഈ രീതിയിൽ ടേൺ ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേണിംഗ് എഫക്റ്റ് കാരണമാണ് സെക്കൻഡറി ടെൻസൈൽ ലോഡ് ബോൾട്ടിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ലോഡുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ദെൻ ഇതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് കമ്പോണൻ്റ് ആയിട്ടുള്ള ലോഡുകൾ, ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന ലോഡുകളുടെ അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നൊരു ടെൻസൈൽ ലോഡാണ്, ഒന്നൊരു ഷിയർ ലോഡാണ്. അതുകൊണ്ട് നമുക്കത് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് അഡീഷൻ പോസിബിൾ അല്ല. നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകിൽ നമ്മൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയുടെ ബേസിലായിരിക്കും റിസൾട്ടൻ്റ് കാണുന്നത്, അതല്ലെങ്കിൽ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ബേസിലും റിസൾട്ടൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ടൻ്റ് ടെൻസൈൽ ലോഡ് കിട്ടും. ദെൻ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു റിസൾട്ടൻ്റ് ഷിയർ ലോഡ് എന്നുള്ള രീതിയിലുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേണിംഗ് എഫക്റ്റ് W എന്ന് പറയുന്ന എക്സെൻട്രിക് ലോഡ് കാരണം ഒരു ടേണിംഗ് എഫക്റ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് ടേൺ ചെയ്യാനായിട്ട് സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ടിപ്പ് ചെയ്യാന്ന് പറയും. ഇവിടെ A എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു മൊത്തം ബ്രാക്കറ്റ് ഇങ്ങനെ ടിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ടേൺ ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസിയാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കേസിലെ പോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു ടേണിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അപ്ലൈഡ് ലോഡ്, വെർട്ടിക്കൽ ലോഡ് ഇൻറ്റു അവിടുത്തെ എക്സെൻട്രിസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ്, വോളിൽ നിന്ന് ലോഡ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ടേണിംഗ് മൊമെൻറ്റ് കിട്ടും. ദെൻ നമുക്ക് ഓരോ ബോൾട്ടിലേക്കും ആക്ട് ചെയ്യുന്ന ലോഡുകൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാരാമീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് W, സ്മോൾ W എന്നുള്ളതാണ് ലോഡ് പെർ യൂണിറ്റ് ലെങ്ത്ത്. അപ്പോൾ ഈ ഒരു W എന്ന് പറയുന്ന എക്സെൻട്രിക് ലോഡ് കാരണം ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ബോട്ടം പോയിന്റ് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഓരോ യൂണിറ്റ് ഡിസ്റ്റൻസിലും ഒരു സ്മോൾ W എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, ക്യാപിറ്റൽ W എന്ന് പറയുന്ന എക്സെൻട്രിക് ലോഡ് കാരണം ഓരോ സ്മോളർ യൂണിറ്റ് ഡിസ്റ്റൻസിലും ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്മോൾ W എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വരുന്ന ലോഡിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോഡ് പെർ യൂണിറ്റ് ലെങ്ത്ത് ഇൻറ്റു ആ ഒരു ഡിസ്റ്റൻസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഒന്നാമത്തെ ബോൾട്ട് ലൈനിൽ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലുള്ള ലൈനിൽ ഒരു രണ്ട് ബോൾട്ടുകളുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ ബോൾട്ടിലേക്ക് വരുന്ന ലോഡ് എന്ന് പറയുന്നത് W ഇൻറ്റു L1 എന്ന് പറയുന്ന ആ ഒരു ഫാക്ട്, അത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത്രയും ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബോൾട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് നമ്മൾ മൊമെൻറ്റിൻ്റെ ടൈമിലാണ് പറയുന്നത്. ഇവിടെ ഒരു ടേണിംഗ് മൊമെൻ്റ് ഉണ്ട്, അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു റെസിസ്റ്റിംഗ് മൊമെൻ്റ് ആണ് അവിടെ ബോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ റെസിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഈ A എന്ന് പറയുന്ന ആ ഒരു
ടിപ്പിംഗ് പോയിന്റിൽ നിന്ന് നമ്മുടെ ബോൾട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നെയാണ്. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബോൾട്ട് ലൈനിലുള്ള ഒരു ബോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL1² ആണ്. ആ സെയിം ലൈനിൽ തന്നെ ഒരു ബോൾട്ട് കൂടി ഉണ്ട്. അപ്പോൾ മൊത്തം 2 ബോൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് WL1² എന്ന് പറയാൻ പറ്റും. ദെൻ സിമിലർ ആയിട്ട് അടുത്ത ഒരു ബോൾട്ട് ലൈൻ L2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് L2 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ മാറിയിട്ട് 2 ബോൾട്ടുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആക്ട് ചെയ്യുന്ന റെസിസ്റ്റിംഗ് മൊമെൻറ്റ് എന്നുള്ളത് രണ്ടിലും കൂടി 2 ടൈംസ് ഓഫ് WL2² എന്നും കിട്ടും. ഇത് നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 2 ബോൾട്ട് ലൈനിലും ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് നമ്മുടെ ഈ ഒരു ടിപ്പിംഗ് പോയിന്റിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസിൽ കിടക്കുന്ന ബോൾട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ ലോഡ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് ആ ഒരു ബോൾട്ട് ആണ് നമ്മൾ ഫൈനലി ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ ടേണിംഗ് മൊമെൻറ്റും റെസിസ്റ്റിംഗ് മൊമെൻറ്റുകളും ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കേസിൽ ഫസ്റ്റ് എക്സെൻട്രിക് ലോഡിൻ്റെ കേസിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ദെൻ നമുക്ക് സ്മോൾ w ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ളതിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ മഹാദേവൻ ഡാറ്റ ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മഹാദേവൻ ഡാറ്റ ബുക്കിൽ പേജ് 130 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ് കാണാൻ പറ്റും. എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ബോൾട്ട്. ഡാറ്റ ബുക്കിൽ ആദ്യത്തെ കേസ് കൊടുത്തിട്ടില്ല. എക്സെൻട്രിക് ലോഡ് ആക്ടിങ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ബോൾട്ട് എന്ന് പറയുന്ന കേസ് മഹാദേവൻ ഡാറ്റ ബുക്കിൽ കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ കേസ് ആണ് മഹാദേവൻ ഡാറ്റ ബുക്കിൽ ഉള്ളത്. ദെൻ അതിലൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് 2 ബോൾട്ട് ലൈൻസിലും കൂടിയിട്ട് 4 ബോൾട്ടാണുള്ളത്. അവിടെ 3 ബോൾട്ട് ലൈൻസ് ഉണ്ട്. ഓരോ ലൈനിലും 2 ബോൾട്ട് വീതമാണ്. അങ്ങനെ മൊത്തം 6 ബോൾട്ടുകൾ വരുന്നൊരു കേസാണ് മഹാദേവൻ ഡാറ്റ ബുക്കിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഇക്വേഷൻസ് ഒക്കെ 6 ബോൾട്ട് വരുന്ന കേസിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനും അവിടെ വരുന്ന ഇക്വേഷനും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ടൈംസ് ഓഫ് L1² പ്ലസ് L2² എന്ന് പറയുന്ന ടേമിൽ ഒരു ലെങ്ത്തിൻ്റെ ടേം കൂടി വരും. ഓക്കെ, മൂന്നാമത്തെ ബോൾട്ട് ലൈനിലുള്ള ബോൾട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് L3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു മൂന്നാമത്തെ ലെങ്ത്തിൻ്റെ ഒരു സ്ക്വയർ വന്നിട്ടുള്ള ഒരു ടേം കൂടി അപ്പോൾ L1² പ്ലസ് L2² പ്ലസ് L3² എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ടേം കൂടി അവിടെ ഡിനോമിനേറ്ററിൽ വരും. അതാണ് ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഒരിക്കലും നമ്മൾ ഡിറൈവ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഉള്ള ചോദ്യങ്ങളാവണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു ബോൾട്ട് ലൈനിൽ 2 ബോൾട്ട് വരണമെന്നും നിർബന്ധമില്ല. ചിലപ്പോൾ ആകെ ഒരു ബോൾട്ടേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ വരിക എന്നുള്ളതൊക്കെ അറിയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അവിടെ 2 ടൈംസ് ഓഫ് W ഇത് L1² എന്ന് വരില്ല, ആകെ ഒരു L1² വരുള്ളൂ. ഓക്കെ, അതല്ലെങ്കിൽ ഏതാണോ ലെങ്ത്ത് അതിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്ത് ഇക്വേഷൻസ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മഹാദേവൻ ഡാറ്റ ബുക്ക് റെഫർ ചെയ്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ശരിക്കും ഡയറക്റ്റായിട്ട് അവിടെ ഇല്ല. അവിടെ കൊടുത്തിട്ടുള്ളത് സെക്കൻഡറി ടെൻസൈൽ ലോഡിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, FT എന്ന് പറയുന്ന ലോഡിൻ്റെ ഇക്വേഷനാണ് മഹാദേവൻ ഡാറ്റ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ആ ഇക്വേഷനിൽ ഈ ഒരു ടേം കൂടി അവിടെ ഇൻവോൾവ് ആണ്. അത് നിങ്ങൾക്ക് ഡാറ്റ ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെവിലി ലോഡഡ് ആയിട്ടുള്ള ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന സെക്കൻഡറി ടെൻസൈൽ ലോഡ് എന്ന് പറയുന്നത് W×L2. ഈ ഒരു L2 ഡിസ്റ്റൻസിൽ കിടക്കുന്ന ബോൾട്ടിലാണ് ഏറ്റവും കൂടുതൽ ടേണിംഗ് എഫക്റ്റ് കാരണമുള്ള സെക്കൻഡറി ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. FT = W×L2. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് റിസൾട്ടൻ്റ് ലോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 കമ്പോണൻസ് കിട്ടി. ഒരു ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ഷിയർ ലോഡും ഒരു സെക്കൻഡറി ടെൻസൈൽ ലോഡിൻ്റെയും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? ഇത് കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഫോളോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള റിസൾട്ടൻ്റ് ലോഡ് ഇക്വലൻ്റ് ലോഡെന്നോ റിസൾട്ടൻ്റ് ലോഡെന്നോ പറയാം. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. ഇതും മഹാദേവൻ ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്, 130ാമത്തെ പേജിൽ അവൈലബിൾ ആണ്. ദെൻ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുന്ന റിസൾട്ടൻ്റ് ടെൻസൈൽ ലോഡിൽ നിന്ന് നമുക്ക്
കോർ ഡയാമീറ്റർ, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കോർ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ടെൻസൈൽ സ്ട്രെസ് ഒരു കമ്പോണൻറ്റ്, ഒരു ബോൾട്ടിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ, ആ ഒരു സെയിം ഇക്വേഷൻ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻ തന്നെയാണ്. അതിൽ ലോഡിൻ്റെ സ്ഥാനത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വാലൻ്റ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്താൽ മതി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അങ്ങനെ നമുക്ക് കോർ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ബേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു റിസൾട്ടൻ്റ് ഷിയർ ലോഡ് അല്ലെങ്കിൽ ഒരു റിസൾട്ടൻ്റ് ഈക്വാലൻ്റ് ഷിയർ ലോഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിൽ വേണം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈക്വാലൻ്റ് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് റിസൾട്ടൻ്റ് ഷിയർ സ്ട്രെസ് ഇവിടെ ന്യൂമറേറ്ററിൽ കൊടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. എ wall bracket as shown in figure is attached to the wall by means of 4 bolts, 4 identical bolts. Find the size of the bolt assuming the bracket is held against the wall and prevented from tipping about the point A by 4 bolts. The allowable tensile stress for the bolt may be assumed as 70 megapascal. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഒരു വാളിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. 4 ബോൾട്ടുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത്, എക്സെൻട്രിക് ലോഡ് എന്ന് പറയുന്നത് 40 കിലോ ന്യൂട്ടൺ ആണ്. ദെൻ 600 mm ഡിസ്റ്റൻസിലാണ് ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഒരു ബോൾട്ടിൻ്റെ അലൗബിൾ സ്ട്രെസ് എന്നുള്ളത് 70 മെഗാപാസ്കലാണ്. അപ്പോൾ അത് അലൗബിൾ ടെൻസൈൽ സ്ട്രെസ് ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. അലൗബിൾ ടെൻസൈൽ സ്ട്രെസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ ഒന്നുകൂടി നോക്കാം. ലോഡ് W തന്നിട്ടുണ്ട്, അലൗബിൾ സ്ട്രെസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ബോൾട്ട് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ നോട്ട് ചെയ്തെടുക്കേണ്ട വാല്യൂസ് ആണ് L1 ടിപ്പിംഗ് പോയിൻ്റ്, എ എന്ന് പറയുന്ന ടിപ്പിംഗ് പോയിന്റിൽ നിന്ന് ഒന്നാമത്തെ ബോൾട്ട് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് L1 എന്നുള്ളത് 75 mm ആണ്. രണ്ടാമത്തെ ബോൾട്ട് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 575 mm ആണ്. ദെൻ ഇവിടുത്തെ എക്സെൻട്രിസിറ്റി, വോളും നമ്മുടെ ലോഡിൻ്റെ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 mm. ഓക്കെ, അപ്പോൾ ബോൾട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഇത് എക്സെൻട്രിക് ലോഡ് ബോൾട്ട് ആക്സിസിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന കേസാണെന്നുള്ളത് ഫിഗർ കണ്ട് മനസ്സിലാക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതുവരെ ആ ഒരു തിയറിയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അതായത് ഒരു ഡയറക്റ്റ് ഷിയർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, ദെൻ ഒരു സെക്കൻഡറി ടെൻസൈൽ ലോഡ് ഓരോ ബോൾട്ടിലും ആക്ട് ചെയ്യുന്നുണ്ട്, ദെൻ അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒരു റിസൾട്ടൻ്റ് ടെൻസൈൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ ഒരു റിസൾട്ടൻ്റ് ഷിയർ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 വാല്യൂസിൻ്റെ ബേസിലും നമ്മൾ ഡയാമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുകയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഡയറക്റ്റ് ഷിയർ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്ലൈഡ് ലോഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഷിയർ ലോഡ് അല്ലെങ്കിൽ പ്രൈമറി ഷിയർ ലോഡ് കിട്ടും. അത് 10,000 ന്യൂട്ടൺ ആണ് വരുന്നത്. ദെൻ നമുക്ക് സെക്കൻഡറി ടെൻസൈൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, സ്മോൾ w ഇൻറ്റു L2 എന്നുള്ളതാണ് ഇക്വേഷൻ. നമുക്ക് വാല്യൂസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം സ്മോൾ w ലോഡ് പെർ യൂണിറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 35.687 ന്യൂട്ടൺ എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ. ദെൻ സ്മോൾ w ഇൻറ്റു L2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ അവിടെ 600 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി 575 ആണ് L2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ളത് തെറ്റിയിട്ടുള്ളതാണ്, പക്ഷേ ആൻസർ വാല്യൂ കറക്റ്റാണ്. ഓക്കെ, 20,575 എന്നുള്ളതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ. ഓക്കെ, ദെൻ റിസൾട്ടൻ്റ് ലോഡ് ഓൺ എ ബോൾട്ട്. അപ്പോൾ റിസൾട്ടൻ്റ് ലോഡ് 2 രീതിയിൽ കണ്ടുപിടിക്കാം. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയുടെ ബേസിൽ കണ്ടുപിടിക്കാം, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ബേസിലും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയുടെ ബേസിൽ ചെയ്യേണ്ട ഇക്വേഷൻ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾക്ക് കിട്ടിയ ഡയറക്റ്റ് ഷിയർ ലോഡും സെക്കൻഡറി ടെൻസൈൽ ലോഡിൻ്റെയും വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് റിസൾട്ടൻ്റ് ടെൻസൈൽ ലോഡ് എന്നുള്ളത്
24,587.54 ന്യൂട്ടൺ കിട്ടി. ദെൻ റിസൾട്ടൻ്റ് ലോഡ് തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് ഇക്വേഷൻ. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 14,327.32 ന്യൂട്ടൺ എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലോഡിൻ്റെയും ബേസിൽ നമുക്ക് എത്രത്തോളം ബോൾട്ട് സൈസ് വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് റിസൾട്ടൻ്റ് ടെൻസൈൽ ലോഡിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് ടെൻസൈൽ ലോഡ് ഡിവൈഡഡ് ബൈ കോർ ഏരിയ എന്ന് കൊടുക്കാം. ദെൻ കോർ ഏരിയയുടെ വാല്യൂസും കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ നമ്മൾ റിസൾട്ടൻ്റ് ടെൻസൈൽ ലോഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈ ഒരു ഇക്വേഷനിൽ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഒരു ലിമിറ്റിംഗ് വാല്യൂ തന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ അലൗബിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് റീപ്ലേസ് ചെയ്തു. ദെൻ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ദെൻ അലൗബിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് 17 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കോർ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് 21.15 mm എന്നുള്ളതാണ് കോർ ഡയാമീറ്ററിൻ്റെ വാല്യൂ. ഓക്കെ, ദെൻ ഈ ഒരു കോർ ഡയാമീറ്ററിനെ നമുക്ക് നോമിനൽ ഡയാമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 25.17 mm എന്നാണ് കിട്ടുക. ദെൻ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 30 mm എന്നാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചോയ്സിൽ വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോൾട്ട് സൈസുകൾ 25 mm ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 30 mm ഉള്ളൂ ഫസ്റ്റ് ചോയ്സിൽ. സെക്കൻഡ് ചോയ്സിൽ 27 mm അവൈലബിൾ ആണ്. ഓക്കെ, സെക്കൻഡ് ചോയ്സ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതാവുമ്പോൾ കുറേ കൂടി സേഫ് ആയിരിക്കും. ഓക്കെ, ദെൻ ബോൾട്ട് സൈസ് തന്നെ നമുക്ക് റിസൾട്ടൻ്റ് ഷിയർ ലോഡിൻ്റെ ബേസിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ബോൾട്ടിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പോൾ ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഷിയർ ലോഡ് ഡിവൈഡഡ് ബൈ കോർ ഏരിയ. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക്, അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, നമുക്ക് അലൗബിൾ ടെൻസൈൽ സ്ട്രെസ്സാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരുന്നത്. അതിനെ നമുക്ക് അലൗബിൾ ഷിയർ സ്ട്രെസ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ഹാഫാണ് ഷിയർ സ്ട്രെസ് വരിക. ഓക്കെ, അപ്പോൾ അലൗബിൾ ടെൻസൈൽ സ്ട്രെസ് 70 Nm/mm² ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ അലൗബിൾ ഷിയർ സ്ട്രെസ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 35 Nm/mm² അല്ലെങ്കിൽ 35 MPa എന്നായി. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മളിവിടെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിൽ റിസൾട്ടൻ്റ് ഷിയർ ലോഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. ദെൻ അലൗബിൾ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ അലൗബിളിൻ്റെ സ്ഥാനത്ത് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് കോർ ഡയാമീറ്റർ കിട്ടുന്നത് 22.835 mm എന്നാണ്. ഓക്കെ, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോമിനൽ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 27.18 mm എന്ന് കിട്ടി. ദെൻ അഗെയിൻ നമ്മുടെ നെക്സ്റ്റ് ഹയർ സ്റ്റാൻഡേർഡ് വാല്യൂ എന്നുള്ളത് 30 mm തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ട് തിയറിയുടെ ബേസിൽ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ ബോൾട്ട് ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂവിൽ ഹയർ വാല്യൂ വരുന്നത് ഷിയർ സ്ട്രെസ് തിയറിയുടെ ബേസിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡക്റ്റൈൽ മെറ്റീരിയൽ ഡിസൈൻ ചെയ്യാൻ സൂട്ടബിൾ ആയിട്ടുള്ളത് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ ഫൈനലി ചൂസ് ചെയ്യാം. രണ്ടിലും സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത് 30 mm തന്നെയാണ്. അപ്പോൾ ഇത് മഹാദേവൻ ഡാറ്റ ബുക്കിലെ ടേബിളിലുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് M30 ബോൾട്ട് വിത്ത് കോഴ്സ് പിച്ച് ആണ് നമ്മൾ ഫൈനലി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി ചില കേസിൽ ചോദ്യത്തിൽ എടുത്തു പറയും ഇന്ന ഫെയിലിയർ തിയറിയുടെ ബേസിലുള്ള ആൻസർ കണ്ടുപിടിച്ചാൽ മതിയെന്ന്. ഇപ്പോൾ ഒരു ഇന്ന ഫെയിലിയർ തിയറി മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയുടെ ബേസിൽ സോൾവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. അതല്ലെങ്കിൽ 2 തിയറിയുടെ ബേസിലുള്ള വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ അതിലുള്ള ഹയർ വാല്യൂ നമുക്ക് ഫൈനലി എടുക്കാം. എപ്പോഴും ഷിയർ സ്ട്രെസ് തിയറിയുടെ ബേസിലുള്ള വാല്യൂവിനാണ് ഹയർ വാല്യൂ ആയിട്ട് വരിക. അപ്പോൾ ആ രീതിയിൽ സോൾവ് ചെയ്ത് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യുക. അതേപോലെ ഈ ഒരു പ്രോബ്ലം നിങ്ങളുടെ നോട്ട് ബുക്കിൽ സോൾവ് ചെയ്ത് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.